ഗണേഷ് രാജു, നേരത്തെ ബി.ജെ.പി. പ്രതിനിധി സന്തോഷ് കുമാർ പറഞ്ഞതുപോലെ ഈ പ്രതിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാട് എം.എൽ.എ. അടക്കമുള്ളവർ സ്വീകരിച്ചുവെന്ന ആരോപണം ഉയർത്തിയതിൽ ഒരാൾ മാത്യു കുഴൽനാടൻ എം.എൽ.എ. ആണ്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിൽ എം.എൽ.എ. ഇടപെട്ടു എന്ന തരത്തിലുള്ള ഗുരുതര ആരോപണം ഉയർത്തിയിരുന്നു. അങ്ങനെ ഒരു ആരോപണം നിങ്ങൾക്കുണ്ടോ ഇപ്പോൾ? ഡോക്ടർ, ഞാൻ ഈ ആദ്യത്തെ ചോദ്യത്തിന് എനിക്ക് കൃത്യമായ മറുപടി പറയാനുള്ള സമയം ലഭിച്ചില്ലായിരുന്നു. ഈ പ്രോസിക്യൂട്ടറിനെ നിയമിക്കുന്ന കാര്യത്തിൽ ഈ സർക്കാർ ഇടപെടൽ ഉണ്ടായോ എന്നൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. പക്ഷേ ഞാൻ തിരിച്ച് മറുപടി കേൾക്കാം, പറഞ്ഞോളൂ. തിരിച്ച് ഞാൻ മറുപടി പറയുന്നതിന് മുമ്പേ അങ്ങ് എം.എൽ.എക്ക് പോയി. ഞാൻ ഒരു കാര്യം കൂടി അത് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ച മറുപടിയിലേക്ക് വരാം. പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു പാനൽ അവതരിപ്പിക്കുകയുണ്ടായി. ആ പോലീസ് നൽകിയ പാനലിൽ പ്രഗത്ഭരായ 3 വക്കീൽമാരുണ്ടായിരുന്നു. ഒന്ന് മിസ്റ്റർ അഡ്വക്കേറ്റ് എസ് അശോകൻ, ഒന്ന് ഞങ്ങളുടെ നാട്ടുകാരനായ ഈ കുറ്റകൃത്യം നടന്ന ഈ വണ്ടിപ്പെരിയാറ്റിലെ നാട്ടുകാരനായ സാബു ജേക്കബ്, പിന്നെ ഒരു എബി കോലോത്ത് എന്ന് പറയുന്ന 3 പ്രഗത്ഭരായ അറിയപ്പെടുന്ന വക്കീലന്മാരെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പാനലായി അവതരിപ്പിക്കുകയുണ്ടായി. ആദ്യമേ തന്നെ സർക്കാരിൻ്റെ ഇടപെടലുണ്ടായി എന്ന് ഞങ്ങൾ സംശയിക്കാൻ കാരണം ഈ പാനലിലുള്ള ഒരാളെ പോലും നിയമിക്കാതെ സർക്കാരിന് താല്പര്യമുള്ള ഒരു CPM സഹയാത്രികനായ ഒരാളെയാണ് ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിയമിച്ചത്. നമുക്കറിയാം, ഈ വിചാരണ തുടങ്ങി എത്രയോ കാലത്തിന് ശേഷം വളരെ വൈകിയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സർക്കാർ നിയമിച്ചത് എന്നുള്ളത് നമ്മൾ ഇതിനു മുൻപ് പല പ്രാവശ്യം ചർച്ച ചെയ്ത കാര്യമാണ്. ഞാൻ അതിലേക്ക് വരുന്നില്ല. പക്ഷേ അതിലെ ഇടപെടലിനെ കുറിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ എന്നെ വീണ്ടും ഞങ്ങളുടെ MLA എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ചന്തയ്ക്ക് വരുന്ന ഞായറാഴ്ച ദിവസമാണ്, എസ്റ്റേറ്റ് മേഖലയാണ്, ആ തൊഴിലാളികളൊക്കെ ചന്തയ്ക്ക് വരുന്ന ദിവസമാണ്, അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി എന്ന് പറയുന്ന ആവലാതിപ്പെടുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ പെരുമേടിൻ്റെ MLA ഈ കേരളക്കരയാകെ നടുക്കി, അല്ലെങ്കിൽ ഈ മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കിയ ഒരു കേവലം 5 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു ഇരയുടെ അമ്മയുടെ വേദന പുള്ളിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ, ആളെ മനസ്സിലാകുന്നില്ല അല്ല, ആ വേദന ഞങ്ങളുടെ MLAക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഞാൻ വളരെ ലളിതമായ ഒരു കാര്യം പറയാം. 5.5 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരിക്കലും കെട്ടിത്തൂങ്ങി ചാകില്ല എന്ന് ഏതൊരാൾക്കും മനസ്സിലാകും. പോലീസിന് ആ നിഗമനത്തിലെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാറ്റി നിർത്താം. പക്ഷേ ഞങ്ങളുടെ MLAക്കും ആ നിഗമനത്തിലെത്താൻ കഴിഞ്ഞില്ല. അതായത് 5.5 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും കെട്ടിത്തൂങ്ങിച്ചാകാൻ കഴിയില്ല എന്ന നിഗമനത്തിലെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ആദ്യത്തെ സംഭവം. ഡോക്ടർ അരുൺ, ഞാൻ ഈ സംഭവം നടക്കുന്ന ദിവസം ഈ സംഭവം അറിഞ്ഞ് വണ്ടിപ്പെരിയാർ CHCയിൽ, അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ പോകുമ്പോൾ നമ്മുടെ MLA പറയുന്നത്, ഡോക്ടറോട് സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ്. ഞാൻ മാത്രമല്ല, വണ്ടിപ്പെരിയാറ്റിലെ മുഴുവൻ ജനങ്ങളും കേട്ടതാണ്. പോസ്റ്റ്മോർട്ടം വേണ്ട. അന്ന് പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് ആവശ്യപ്പെട്ട 2 വ്യക്തികളാണ് ഉള്ളത്. പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് ശാഠ്യം പിടിച്ച 2 ആളുകൾ. അതിലൊന്ന് ഞങ്ങളുടെ MLA വളർസോമനാണ്, മറ്റൊരാൾ ഈ പ്രതി അർജുനാണ്.